നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. യൂത്ത് കോൺഗ്രസ് നേതാവ് ലാൽജി കൊള്ളന്നൂരിന്റെ കൊലപാതകം വീണ്ടും അന്വേഷിക്കാൻ അതിവേഗ കോടതി ഉത്തരവ്. പോലീസ് റിപ്പോർട്ടിൽ മതിയായ തെളിവുകൾ ഇല്ലെന്ന പ്രോസിക്യൂട്ടറുടെ പരാതി പ്രകാരമാണ് അന്വേഷണം. നെല്ല് സംഭരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നെല്ല് കർഷകർ ജില്ലാ പാഡി ഓഫീസ് ഉപരോധിച്ചു. നെല്ലിന്റെ തൂക്കം അളവിൽ കുറച്ച് രേഖപ്പെടുത്തുന്നു എന്നാരോപിച്ചായിരുന്നു ഉപരോധം. SSLC പരീക്ഷാഫലത്തിന്റെ പുനഃപ്രസിദ്ധീകരണം ഇനിയും വൈകും. പരാതികൾ പൂർണ്ണമായും പരിഹരിക്കാൻ സമയമെടുക്കുമെന്ന് പരീക്ഷാഭവൻ. പാവർട്ടി വിശുദ്ധ ഔസേപിതാവിന്റെ ഊട്ട് തിരുനാളിനുള്ള കൂടുതുറക്കൽ ശുശ്രൂഷ ശനിയാഴ്ച. തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പാവർട്ടിയിലേക്ക് 10,000 എത്തും. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് നേതാവ് ലാൽജി കൊള്ളന്നൂരിന്റെ കൊലപാതകം സംബന്ധിച്ച കേസ് വീണ്ടും അന്വേഷിക്കാൻ കോടതി ഉത്തരവ്. 1-ാം നമ്പർ അതിവേഗ കോടതി ജഡ്ജി സെയ്ദലവിയാണ് ഉത്തരവിട്ടത്. പോലീസ് നൽകിയ റിപ്പോർട്ടിൽ മതിയായ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ റോയ് ജോർജ് നൽകിയ പരാതി പ്രകാരമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കേസിൽ 2 പ്രധാന സാക്ഷികൾ നേരത്തെ കൂറുമാറിയിരുന്നു. 2013 ഓഗസ്റ്റ് 16-നാണ് ലാൽജി കൊള്ളന്നൂർ കൊല്ലപ്പെട്ടത്. നെല്ല് സംഭരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നെല്ല് കർഷകർ ജില്ലാ പാഡി ഓഫീസ് ഉപരോധിച്ചു. അരിമ്പൂർ കാനാടി പഴംകോളിലെ നെൽ കർഷകരാണ് ജില്ലാ പാഡി ഓഫീസറെ ഉപരോധിച്ചത്. കോൾപടവിൽ സംഭരിക്കുന്ന നെല്ലിന്റെ തൂക്കം അളവിൽ കുറച്ച് രേഖപ്പെടുത്തുന്നു എന്നാരോപിച്ചായിരുന്നു ഉപരോധം. 1 കിലോ മുതൽ 3 കിലോ വരെയാണ് നെല്ല് സംഭരിക്കാനെത്തുന്ന സപ്ലൈകോയിലെയും മറ്റ് ഏജൻസികളിലെയും ഉദ്യോഗസ്ഥർ തൂക്കം കുറച്ച് രേഖപ്പെടുത്തുന്നത്. കർഷകനെ സംബന്ധിച്ച് വൻ നഷ്ടമാണ് ഇങ്ങനെ തൂക്കം കുറച്ച് രേഖപ്പെടുത്തുന്നത് വഴി ഉണ്ടാകുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അരിമ്പൂർ കാനാടി പഴം കോൾപടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർ സമരം നടത്തിയത്. ഉപരോധ സമരത്തിന് കോൾപടവ് കമ്മിറ്റി ഭാരവാഹികളായ ജോസ് പുലിക്കോട്ടിൽ, TA ഫ്രാൻസിസ്, അരിമ്പൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CL ജോൺസൺ, പഞ്ചായത്ത് പ്രസിഡന്റ് PA ആന്റണി എന്നിവർ നേതൃത്വം നൽകി. SSLC പരീക്ഷാഫലത്തിന്റെ പുനഃപ്രസിദ്ധീകരണം ഇനിയും വൈകും. പരാതികൾ പൂർണ്ണമായും പരിഹരിക്കാൻ വൈകുന്നതുകൊണ്ടാണ് പരീക്ഷാഫലത്തിന്റെ പുനഃപ്രഖ്യാപനം വൈകുന്നത്. 20-ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച SSLC ഫലത്തിൽ വ്യാപകമായ തെറ്റുകൾ കടന്നുകൂടിയ സാഹചര്യത്തിലാണ് പരീക്ഷാഫലം പുനഃപ്രസിദ്ധീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരീക്ഷാഭവൻ നിർദ്ദേശം നൽകിയത്. പുതിയ ഫലം പ്രഖ്യാപിക്കുന്നതോടെ സ്കൂളുകളുടെ വിജയശതമാനത്തിൽ മാറ്റമുണ്ടാകും. പുതിയ ഫലം സൈറ്റുകളിൽ പ്രസിദ്ധപ്പെടുത്തും. തൃശൂർ സെന്റ് ക്ലെയേഴ്സ് സ്കൂൾ, ചേർപ്പ്, ലൂർദുമാതാ സ്കൂൾ എന്നിവിടങ്ങളിലെ ഏതാനും വിദ്യാർത്ഥികളുടെ ഫലം പ്രഖ്യാപിക്കാത്തതിൽ ആശങ്ക തുടരുകയാണ്. എരുമപ്പെട്ടി മങ്ങാട് ബസ് ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചാവക്കാട് പുന്ന പണിക്ക വീട്ടിൽ പരേതനായ മുഹമ്മദിന്റെ മകൻ 42 വയസ്സുള്ള അബ്ദുൽ ഗഫൂറാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് മങ്ങാട് 4-ാം കല്ലിലാണ് അപകടമുണ്ടായത്. കുണ്ടന്നൂരിൽ പുതിയതായി നിർമ്മിച്ച വീട്ടിൽ നിന്നും മകൻ അജ്മലിനെയും കൂട്ടി പുന്നയിലെ തറവാട്ടിലേക്ക് പോകുമ്പോൾ എതിരെ വന്ന PVT ബസ് ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഗഫൂറിനെ ആക്സ് പ്രവർത്തകർ ആദ്യം മുളങ്കുന്നത്കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സാരമായി പരിക്കേറ്റ 7 വയസ്സുള്ള അജ്മൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുതിയതായി നിർമ്മിച്ച വീട്ടിൽ താമസിച്ച് കൊതി തീരാതെ അബ്ദുൽ ഗഫൂർ യാത്രയായത് കുടുംബത്തിനും ബന്ധുക്കൾക്കും തീരാവേദനയായി. എരുമപ്പെട്ടി മങ്ങാടുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച അബ്ദുൾ ഗഫൂർ ഗൃഹപ്രവേശന ചടങ്ങിനായി 2 ദിവസം മുൻപാണ് വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയത്. ചാവക്കാട് പുന്നയിലെ തറവാട്ടിൽ താമസിച്ചിരുന്ന അബ്ദുൾ ഗഫൂർ 2 വർഷം മുൻപാണ് എരുമപ്പെട്ടി കുണ്ടന്നൂരിലെ വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങിയത്. 14 വർഷമായി സൌദിയിൽ ജോലി ചെയ്യുന്ന ഗഫൂർ കഴിഞ്ഞ വർഷം നാട്ടിലെത്തി വീടിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിവെച്ച് മടങ്ങിപ്പോവുകയായിരുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരന്മാർ വീട് വെച്ച് മാറി താമസിച്ചപ്പോൾ തുടങ്ങിയ ആഗ്രഹമാണ് സ്വന്തമായി തനിക്കും വീട് നിർമ്മിക്കണമെന്ന്. കുടുംബം പുലർത്തുന്നതിനായി ജീവിതത്തിന്റെ പകുതി ഭാഗവും മണലാരണ്യത്തിൽ ചിലവഴിച്ച ഗഫൂർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഉപയോഗിച്ച് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഗൃഹപ്രവേശന ചടങ്ങിനായി കഴിഞ്ഞ ബുധനാഴ്ചയാണ് നാട്ടിലെത്തിയത്. പാൽക്കാച്ചൽ ചടങ്ങ് നടത്തിയതിനു ശേഷം ഭാര്യയും പറക്കമുറ്റാത്ത 2 കുട്ടികളുമായി തന്റെ സ്വപ്നഭവനത്തിൽ താമസം ആരംഭിച്ചപ്പോഴാണ് ഈ കുടുംബത്തിന്റെ സന്തോഷം തല്ലിക്കൊഴിച്ച് വിധി ഗഫൂറിനെ
ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്തത്. ഗൃഹപ്രവേശനത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വിരുന്നൊരുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഗഫൂർ. ഇതിനുവേണ്ടിയുള്ള ഓട്ടത്തിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഇടവേള. വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തിരുവുത്സവം ഈ മാസം 30 മുതൽ മെയ് 10 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 30 വൈകിട്ട് 7 നടക്കുന്ന ആചാര്യവരണത്തിന് ശേഷം നഗരമണ് ത്രിവിക്രമൻ നമ്പൂതിരി ഉത്സവത്തിന് കൊടിയേറ്റും. ഒന്നാം ഉത്സവമായ മെയ് 1 സ്പെഷ്യൽ പന്തലിൽ നടക്കുന്ന കലാപരിപാടികൾ ദേവസ്വം മന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും. രാത്രി 10:30 കൊടിപ്പുറത്ത് വിളക്ക് ആഘോഷിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ ശീവേലിയും വൈകിട്ട് വിളക്ക് എഴുന്നള്ളിപ്പും നടക്കും. മെയ് 8 വലിയ വിളക്കും 9 പള്ളിവേട്ടയും ആഘോഷിക്കും. മെയ് 10 രാപ്പാൾ ആറാട്ടുകടവിൽ നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ദേവസ്വം ചെയർമാൻ പനമ്പിള്ളി രാഘവമേനോൻ, അഡ്മിനിസ്ട്രേറ്റർ AM സുമ, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇളന്തുരുത്തിയിൽ ഡെങ്കിപ്പനി പടർന്നുപിടിച്ച സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ അടിയന്തര റിപ്പോർട്ട് തേടി. പകർച്ചവ്യാധി പടർന്നുപിടിച്ച ഇളന്തുരുത്തിയിൽ ഡെപ്യൂട്ടി DMO ഡോക്ടർ ബേബി ലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം പരിശോധന നടത്തി. ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഡെപ്യൂട്ടി DMO ശനിയാഴ്ച കൈമാറും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജൂൺ 4 ജില്ലയിൽ നടത്തുന്ന ജനസമ്പർക്ക പരിപാടിയിലേക്ക് ലഭിച്ചിട്ടുള്ള അപേക്ഷകളിൽ കഴിയുന്നത്ര അനുഭാവപൂർവ്വമായ നടപടിയെടുക്കാൻ പരിപാടിക്ക് ജില്ലയിൽ മേൽനോട്ടം വഹിക്കുന്ന മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. കളക്ടറേറ്റിൽ ജനസമ്പർക്ക പരിപാടിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർഹരായവർക്ക് അവരുടെ അപേക്ഷകളിൽ നിലവിലുള്ള ചട്ടങ്ങൾക്കനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസം നൽകാൻ കഴിയുമെങ്കിൽ അത് അനുവദിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പട്ടയത്തിനായി ലഭിച്ചിട്ടുള്ള 814 അപേക്ഷകളിൽ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള പുതുക്കിയ നിർദ്ദേശമനുസരിച്ച് നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ MS ജയ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഏതെങ്കിലും കാരണങ്ങളാൽ പട്ടയം നൽകാൻ കഴിയില്ലെങ്കിൽ ആ വിവരം ബന്ധപ്പെട്ട MLAമാരെ അറിയിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. ആകെ 9561 അപേക്ഷകളാണ് ജനസമ്പർക്ക പരിപാടിക്കായി ജില്ലയിൽ ലഭിച്ചിട്ടുള്ളത്. തേർമ്പിൽ രാമകൃഷ്ണൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, ജില്ലാ പോലീസ് മേധാവികളായ R നിശാന്തിനി, N വിജയകുമാർ, സബ് കളക്ടർ മീർ മുഹമ്മദ് അലി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. റോഡ് ട്രാൻസ്പോർട്ട് ആന്റ് സേഫ്റ്റി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 30 അഖിലേന്ത്യാ മോട്ടോർ വാഹന പണിമുടക്ക് നടത്തുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാർഷിക മേഖല കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർ തൊഴിലെടുക്കുന്നത് മോട്ടോർ വാഹന വ്യവസായത്തിലാണ്. മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി നടത്തുന്ന പണിമുടക്കിൽ CITU, INTUC, BMS, AITUC, HMS തുടങ്ങി കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സമരസമിതി അംഗങ്ങൾ പങ്കെടുക്കും. KV ഹരിദാസ്, MK ഉണ്ണികൃഷ്ണൻ, AA മുഹമ്മദ് അലി, AT ജോസ്, P വിജയകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി പൂരവിശേഷങ്ങളുമായി പൂരം വരവായി. പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വാഹി. നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്ത് ദീർഘകാലത്തെ പാരമ്പര്യം. വിദ്യാഭ്യാസത്തിന്റെ മേന്മയിലും അടിസ്ഥാന സൌകര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം. കല്യാൺ ജ്വല്ലേഴ്സ്, വിശ്വാസം അതല്ലേ എല്ലാം. പൂരം ഫിൻസർ, ഒരു ന്യൂ ജനറേഷൻ ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. ഭീമ ജ്വല്ലേഴ്സ്, സ്വർണം സ്നേഹമാണ്. ന്യൂ കേബിൾ പോയിന്റ്, മൾട്ടി ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് അണ്ടർ വൺ റൂഫ്. ന്യൂട്രിച്യൂർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. സുഹൃതമാം ജീവിതം സുന്ദരമാക്കൂ ന്യൂട്രിച്യൂറിലൂടെ. കണ്ടംകുളത്തി മലയിഞ്ചി തൈലം, വേദനകളിൽ നിന്ന് മോചനം. ലക്ഷ്മി സ്റ്റോഴ്സ്, നാക്കിനാൽ, തൃശൂർ. പട്ടുമോഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാത്കാരം. ശക്തനപുരൻ കോളേജ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആർട്സ്, അയ്യന്തോൾ ആൻഡ് തൃശൂർ. റെഗുലർ ക്ലാസസ് ഫോർ +2, ഡിഗ്രി ആൻഡ് PG, ഓൺലി ഫോർ ഗേൾസ്. കോസ്പോൺസർഡ് ബൈ സൺക്രൂപ്പ് ഇന്റർനാഷണൽ. പൂരത്തിന്റെ മണ്ണിൽ നിന്നും ലോകത്തിന്റെ നിറത്തെ. ആലിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, വിശ്വസ്തത, പവിത്രത, രാജകീയത. ഡ്രൈവിംഗ് ട്രെയിനിംഗ് അക്കാദമി, പൊൻകുന്നം, തൃശൂർ. ക്യാമ്പസ് ഫോർ ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി. അഷ്ടവൈദ്യൻ തൈക്കട്ട് മൂസ് വൈദ്യരത്നം. മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം, മാറുന്ന ലോകത്തിന്. പൂരത്തിന്റെ ഓർമ്മകളുമായി ഓർമ്മപൂരം. തൃശൂർ പൂരത്തിന് എക്കാലത്തും തിടമ്പേറ്റിയിരുന്നത് പുകൾപെറ്റ കൊമ്പന്മാരായിരുന്നു.
തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും തിടമ്പേറ്റിയിരുന്ന പ്രശസ്തരായ മിക്ക ആനകളും മൺമറഞ്ഞു കഴിഞ്ഞു. ഈ ഗജവീരന്മാരെ അനുസ്മരിക്കുകയാണ് ഇന്നത്തെ ഓർമ്മപൂരത്തിൽ. അഴകും പെരുമയും ഗാംഭീര്യവുമുള്ള ആനകളായിരുന്നു എക്കാലത്തും തൃശൂർ പൂരത്തിൽ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും തിടമ്പേറ്റിയിട്ടുള്ളത്. ഇരുവിഭാഗങ്ങളിലുമായി തിടമ്പേറ്റിയിട്ടുള്ള ഉയരത്തിൽ പുകൾപ്പെട്ട കൊമ്പന്മാരുടെ ചന്തം എക്കാലത്തും പൂരപ്രേമികളുടെ മനം കവർന്നിട്ടുള്ളതുമാണ്. തിരുവമ്പാടിക്കും പാറമേക്കാവിനും നികത്താനാകാത്ത നഷ്ടം എന്ന് പറയുന്ന ഗജവീരന്മാരാണ് തിരുവമ്പാടി ചന്ദ്രശേഖരനും പാറമേക്കാവ് പരമേശ്വരനും. പൂരത്തിന് തിടമ്പേറ്റാൻ മികച്ച ആനകളില്ലാതിരുന്ന കാലത്ത് പാറമേക്കാവ് വിഭാഗം പരമേശ്വരനെയും തിരുവമ്പാടി വിഭാഗം ചന്ദ്രശേഖരനെയും വാങ്ങുകയായിരുന്നു. വർഷങ്ങളായി തിടമ്പേറ്റിയിരുന്ന ഈ ആനകൾ മൺമറഞ്ഞപ്പോൾ ഇന്ന് പാറമേക്കാവ് വിഭാഗത്തിന് പത്മനാഭനും തിരുവമ്പാടി വിഭാഗത്തിന് ശിവസുന്ദറുമാണ് കോലമേന്തുന്നത്. ആദ്യകാലത്ത് പാറമേക്കാവിനു വേണ്ടി തിടമ്പേറ്റിയിരുന്നത് പൂമുള്ളിമന ശേഖരനായിരുന്നു. പുറത്തെ എല്ല് കാണാത്ത വിധം കൊഴുത്തുരുണ്ട ശേഖരന്റെ പുറത്ത് 4 പേർ ഇരുന്നാലും പിന്നെയും 2 പേർക്ക് ഇരിക്കാവുന്ന സ്ഥലം ബാക്കിയുണ്ടാകുമായിരുന്നു അത്രേ. അക്കാലത്ത് തിരുവമ്പാടി വിഭാഗത്തിന് തിടമ്പേറ്റിയിരുന്നത് ഏറ്റവും ഉയരം കൂടിയ ആനയായ ചെങ്ങല്ലൂർ രംഗനാഥനായിരുന്നു. തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രത്തിലേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്ന ആനയായ രംഗനാഥനെ ക്ഷേത്രഗോപുരം കടക്കാതെ വന്നതിനെ തുടർന്ന് വിൽക്കുകയും പിന്നീട് അന്തിക്കാട്ടെ ചെങ്ങല്ലൂർ മനയിലേക്ക് വാങ്ങുകയുമായിരുന്നു. തൃശൂർ മൃഗശാലയിൽ സൂക്ഷിച്ചിട്ടുള്ള ചെങ്ങല്ലൂർ രംഗനാഥന്റെ അസ്ഥികൂടം കണ്ടാൽ തന്നെ ആനയ്ക്ക് എത്ര വലിപ്പമുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ കരിവീരന്മാർക്ക് പുറമെ ഗുരുവായൂർ കേശവൻ, ഗുരുവായൂർ പഴയ പത്മനാഭൻ, കീരങ്ങാട്ട് കേശവൻ, കോടലാറ്റുപുരം രാമചന്ദ്രൻ, പനമന രാമചന്ദ്രൻ, വരിക്കാശ്ശേരി ഗോപാലൻ, കിഴക്കി വീട്ടിലെ ആനകളായ ഗോപി, ദാമോദരൻ നാരായണൻ, കാച്ചാങ്കുറിശി കേശവൻ, കുംഭകോണം സ്വാമിയാർ തുടങ്ങി തലയെടുപ്പിൽ പുകൾപ്പെട്ട നിരവധി ആനകൾ പാറമേക്കാവിനും തിരുവമ്പാടി വിഭാഗത്തിലുമായി തിടമ്പേറ്റിയിട്ടുണ്ട്. മൺമറഞ്ഞ പഴയ ഗജവീര കേസരികൾ ഇന്നും തൃശൂർ പൂരത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ തലയെടുപ്പോടെ നിലകൊള്ളുകയാണ്. പൂരത്തിന്റെ ഒരുക്കങ്ങളുമായി അണിയറ. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടി കയറിയതോടെ പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലെ പറപുറപ്പാട് ആരംഭിച്ചു. വാദ്യത്തിന്റെയും ആനയുടെയും അകമ്പടിയോടെയാണ് ക്ഷേത്രങ്ങളിൽ നിന്ന് പറപ്പുറപ്പാട് ആരംഭിച്ചത്. തട്ടകത്തിലെ തന്റെ പ്രജകളുടെ ക്ഷേമാന്വേഷണത്തിനാണ് ദേവിമാർ എഴുന്നള്ളുന്നതെന്നാണ് വിശ്വാസം. അരമണികിലുക്കി കയ്യിൽ വാളുമേന്തി ദേവിയുടെ പ്രതിരൂപമായ കോമരങ്ങൾ അരിയും പൂവുമെറിഞ്ഞ് ഭക്തരെ അനുഗ്രഹിക്കും. എന്നാൽ ഇവിടെ ആനപ്പുറത്തേറി ദേവി നേരിട്ടെത്തിയാണ് അനുഗ്രഹം നൽകുന്നത്. നിലവിളക്ക് കൊളുത്തി വിവിധ പറകൾ വെച്ച് ഭക്തർ ദേവിയെ സ്വീകരിക്കുകയാണ് ചെയ്യുക. പറ സ്വീകരിച്ച് തന്റെ പ്രജകൾക്ക് അനുഗ്രഹം നൽകി ദേവി മടങ്ങുമെന്നാണ് വിശ്വാസം. വിവിധ ദേശങ്ങൾ സഞ്ചരിച്ച് പറയെടുപ്പ് എല്ലാ ദിവസവും വൈകിട്ടോടെ വിവിധ മനകളിൽ ഇറക്കി പൂജ നടത്തും. സൂര്യോദയത്തിൽ ദേവി വീണ്ടും ദേശങ്ങളിലേക്ക് പറയെടുപ്പിനായി യാത്രയാകും. കൊടിയേറ്റം മുതൽ ആരംഭിക്കുന്ന പറയെടുപ്പ് പൂരം നാളിലാണ് ക്ഷേത്രങ്ങളിൽ തിരിച്ചെത്തുക. ഉരാണ്ടു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പറയെടുത്തു മടങ്ങുമ്പോൾ ദേവിമാരുടെ അനുഗ്രഹം ലഭിച്ച നിർവൃതിയിലായിരിക്കും തട്ടക നിവാസികൾ. തൃശൂർ. പ്രമുഖരുടെ പൂരാനുഭവങ്ങളുമായി എന്റെ പൂരം. എന്റെ പൂരത്തിൽ ചലച്ചിത്ര താരം മാളവിക വീൽസ്. പൂരത്തിനെ കുറിച്ച് പറയാനായിട്ട് കുറെ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഞാനൊരു തൃശ്ശൂർക്കാരിയാണ് നേരിൽ പറഞ്ഞാൽ. പക്ഷെ ഇതുവരെ പൂരം എന്ന് പറഞ്ഞത് നേരിട്ട് കാണാനുള്ള ചാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടുകൾ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് പൂരം അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ പോയി നിൽക്കാനൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ എന്തെന്നാലും ഒരു തൃശ്ശൂർക്കാരി എന്ന നിലയിൽ ആ അറ്റ്മോസ്ഫിയർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ക്യാമറ കണ്ണുകളുടെ കാഴ്ചയുമായി പൂരക്കാഴ്ച. പൂരമെത്തിയതോടെ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്ര ഗോപുരങ്ങൾ ദീപാലംകൃതമായി.
പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വാഹി നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്ത് ദീർഘകാലത്തെ പാരമ്പര്യം. വിദ്യാഭ്യാസത്തിന്റെ മേന്മയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം. കല്യാൺ ജ്വല്ലേഴ്സ്, വിശ്വാസം അതല്ലേ എല്ലാം. പൂരം ഫിൻസർ, ഒരു ന്യൂ ജനറേഷൻ ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. ഭീമ ജ്വല്ലേഴ്സ്, സ്വർണം സ്നേഹമാണ്. ന്യൂ കേബിൾ പോയിന്റ്, മൾട്ടി ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് അണ്ടർ വൺ റൂഫ്. ന്യൂട്രിച്ചൂർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. സുഹൃതമാം ജീവിതം സുന്ദരമാക്കൂ ന്യൂട്രിച്ചൂറിലൂടെ. കണ്ടംകുളത്തി മലയിഞ്ചി തൈലം, വേദനകളിൽ നിന്ന് മോചനം. ലക്ഷ്മി സ്റ്റോഴ്സ്, നാക്കിനാൽ, തൃശൂർ. പട്ടുമോഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാത്കാരം. ശക്തനപുരൻ കോളേജ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആർട്സ്, അയ്യന്തോൾ ആൻഡ് തൃശൂർ. റെഗുലർ ക്ലാസസ് ഫോർ +2, ഡിഗ്രി ആൻഡ് PG, ഓൺലി ഫോർ ഗേൾസ്. കോസ്പോൺസർഡ് ബൈ സൺഗ്രൂപ്പ് ഇന്റർനാഷണൽ. പൂരത്തിന്റെ മണ്ണിൽ നിന്നും ലോകത്തിന്റെ നിറവേ. ആലിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, വിശ്വസ്തത, പവിത്രത, രാജകീയത. ഡ്രൈവിംഗ് ട്രെയിനിംഗ് അക്കാദമി, പൂങ്കുന്നം, തൃശൂർ. ക്യാമ്പസ് ഫോർ ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി. അഷ്ടവൈദ്യൻ തൈക്കട്ട് മൂസ് വൈദ്യരത്നം. മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം, മാറുന്ന ലോകത്തിന്. വാർത്തകളിലേക്ക്. പൂരം കഴിയുന്നതുവരെ ബസ്സുകൾ നഗരത്തിൽ പ്രവേശിക്കുന്നത് തടയുമെന്ന പോലീസിന്റെ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യം. വാഹനപ്പെരുപ്പം കൂടുന്നതിന് മാത്രമേ ഈ തീരുമാനം വഴിവെക്കുകയുള്ളൂ. പൊതുവാഹനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് സ്വകാര്യ വാഹനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ഗതാഗത തിരക്ക് കുറയ്ക്കുന്നതിനുള്ള മാർഗ്ഗമെന്ന് തൃശൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി കൃഷ്ണകുമാർ പ്രസ്താവനയിൽ പറഞ്ഞു. തൃശൂർ ദിവാൻജി മൂല മേൽപ്പാലത്തിന് സമീപം ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവ് മരത്തിന് മുകളിൽ നിന്നും ചാടി. ഒല്ലൂർ സ്വദേശി രാമു എന്ന ആളാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:00 സംഭവങ്ങൾക്ക് തുടക്കം. മനോവൈകല്യമുണ്ടെന്ന് സംശയിക്കുന്ന ഇയാൾ ആത്മഹത്യാ ഭീഷണിയുമായി കഴുത്തിൽ കുരുക്കിട്ട് 1 മണിക്കൂറോളം ദിവാൻജി മൂല മേൽപ്പാലത്തിന് സമീപത്തുള്ള പറമ്പിലെ മരത്തിന് മുകളിൽ കയറി ഇരുന്നതിനെ തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് ജീവനക്കാർ ഇയാളെ മരത്തിൽ നിന്നും താഴെയിറക്കാനുള്ള ശ്രമത്തിനിടെ കയ്യിലുണ്ടായിരുന്ന വിഷം കഴിച്ച് കഴുത്തിൽ കുരുക്കിട്ട് ഇയാൾ താഴേക്ക് ചാടി. ഉടനെ പോലീസ് കൺട്രോൾ റൂമിന്റെ വാഹനത്തിൽ ഇയാളെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ആരോഗ്യനില വഷളായതിനാൽ പിന്നീട് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുടുംബവുമായി വഴക്കിട്ട് നേരത്തെയും ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടുള്ള ഇയാൾ സമാന രീതിയിൽ കഴിഞ്ഞ ആഴ്ചയും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇനി പാവർട്ടി തിരുനാൾ വിശേഷങ്ങളിലേക്ക്. പാവർട്ടി വിശുദ്ധ ഔസേപിതാവിന്റെ ഊട്ടുതിരുനാളിന്റെ പ്രധാന ചടങ്ങായ കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്കുള്ള തിരുസ്വരൂപങ്ങൾ അണിയിച്ചൊരുക്കി. തീർത്ഥകേന്ദ്രം ദേവാലയ ശുശ്രൂഷകളായ ബെന്നി വടക്കൂട്ടിന്റെയും ആൻഡോ പോർത്തൂരിന്റെയും നേതൃത്വത്തിൽ വലിയ കിരീടം, ചെറിയ കിരീടങ്ങൾ, യൗസേപിതാവിന്റെ ലില്ലിപ്പൂ, വിശുദ്ധ പത്രോസിന്റെ താക്കോൽ തുടങ്ങിയവയാണ് അണിയിച്ചൊരുക്കിയത്. ഉണ്ണിയേശുവിനെ കയ്യിലേന്തിയ വിശുദ്ധ യൗസേപിതാവിന്റെയും പരിശുദ്ധ കന്യകമറിയത്തിന്റെയും വിശുദ്ധ പത്രോസ് ശ്രീഹായുടെയും തിരുസ്വരൂപങ്ങളാണ് ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ശേഷം പൊതുവണക്കത്തിനായി ദേവാലയ മുഖമണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കുക. ശനിയാഴ്ച വൈകിട്ട് 5:30 രാമനാഥപുരം രൂപതാ ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന സമൂഹ ദിവ്യബലിയെ തുടർന്ന് ഭക്തിസാന്ദ്രമായ കൂടുതുറക്കൽ ശുശ്രൂഷ നടക്കും. ദേവാലയ മുഖമണ്ഡപത്തിൽ പ്രതിഷ്ഠിച്ച വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വണങ്ങാൻ ദേവാലയത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തുക. ഞായറാഴ്ച രാവിലെ 10 ആഘോഷമായ തിരുനാൾ ഗാനപൂജയെ തുടർന്ന് സപ്തവർണ്ണ തോരണങ്ങളാൽ അലങ്കൃതമായ പ്രദക്ഷിണ വീതിയിലൂടെ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ച് ആത്മീയ ചൈതന്യം പകരുന്ന തിരുനാൾ പ്രദക്ഷിണം നടക്കും. TCV ന്യൂസ്, പാവർട്ടി. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാളിന് അൾത്താരയും മദ്ബഹയും അലങ്കരിക്കുന്നതിനുള്ള പൂക്കൾ ഊട്ടിയിൽ നിന്നും തീർത്ഥകേന്ദ്രത്തിലെത്തി. ഭക്തർ വഴിപാടായാണ് ഓരോ വർഷവും ദേവാലയ അലങ്കാരത്തിനുള്ള പൂക്കൾ എത്തിക്കുന്നത്. 1.5 ലക്ഷം രൂപയോളം ചിലവിലാണ് അൾത്താര പുഷ്പാലങ്കൃതമാക്കുന്നത്. ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള 10,000 കാർണിഷ് പൂക്കളും 500ഓളം ലില്ലിപ്പൂക്കളും കൂടാതെ 200ഓളം ബണ്ടിൽ ബോർഡോ പ്രസ്സുമാണ് അൾത്താര അലങ്കാരം മനോഹരമാക്കാൻ ഉപയോഗിക്കുന്നത്. CL സണ്ണി കാടിയത്ത് കൺവീനറും EG ജെൻസൺ ജോയിന്റ് കൺവീനറും PD ജിമ്മി ട്രഷററുമായ കമ്മിറ്റിയാണ് ദേവാലയ അൾത്താര അലങ്കാരത്തിന് നേതൃത്വം നൽകുന്നത്. ദേവാലയ മുഖമണ്ഡപത്തിൽ സാറ്റിൻ, ജഹാംഗീർ തുണികൊണ്ട് അലങ്കാരങ്ങൾ നടത്തിയും മനോഹരമാക്കിയിട്ടുണ്ട്.
20 അടി വ്യാസത്തിൽ റഷ്യൻ ഡോം ഫ്ലവർ ഒരുക്കിയിട്ടുള്ളത് തിരുനാളിനെത്തുന്നവർക്ക് വർണ്ണ കാഴ്ചയാവും. 500 മീറ്റർ തുണി കൊണ്ടാണ് റഷ്യൻ ഡോം ഫ്ലവർ നിർമ്മിച്ചിട്ടുള്ളത്. കമനീയമായി അലങ്കരിച്ച ദേവാലയ മുഖമണ്ഡപത്തിലാണ് കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ശേഷം വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ പൊതുജനങ്ങൾക്ക് വണങ്ങുന്നതിനായി പ്രതിഷ്ഠിക്കുക. TCV ന്യൂസ്, പാവർട്ടി. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് വടക്കുംഭാഗം വെടിക്കെട്ട് കമ്മിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ അനുഗ്രഹ ഭവൻ തീർത്ഥകേന്ദ്ര വികാരി ഫാദർ ജോൺസൺ അരിമ്പൂർ വെഞ്ചരിച്ചു. പാവർട്ടി ചെറുവത്തൂർ ദേവസിയുടെ ഭാര്യ മേരിക്കാണ് 4 ലക്ഷം രൂപ ചെലവഴിച്ച് 450 സ്ക്വയർ ഫീറ്റിൽ അനുഗ്രഹ ഭവൻ നിർമ്മിച്ചിട്ടുള്ളത്. വടക്കുംഭാഗം വെടിക്കെട്ട് കമ്മിറ്റി ഭാരവാഹികളായ എൻജെലിയോ, OM ഫ്രാൻസിസ്, OF ഡൊമിനി, TP ഫ്രാൻസിസ്, KO ബാബു, VV സൈമൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് അനുഗ്രഹ ഭവന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ PA മാധവൻ MLA അനുഗ്രഹ ഭവന്റെ താക്കോൽദാനം നിർവഹിക്കും. ഇതോടനുബന്ധിച്ച് ചേരുന്ന യോഗം ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്യും. വിശുദ്ധ ഔസേപിതാവിന്റെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് ശനി, ഞായർ ദിവസങ്ങളിൽ പാവർട്ടിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 5 മുതൽ ഗതാഗത നിയന്ത്രണം നിലവിൽ വരും. പറപ്പൂർ, കാഞ്ഞാണി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾ മനപ്പടിയിൽ ആളെ ഇറക്കി തിരിച്ചുപോകണം. കാറുകൾക്കും ഇരുചക്രവാഹനങ്ങൾക്കും പുളിഞ്ചേരിപ്പടി ജോളി വില്ലിക്ക് എതിർവശം പാർക്കിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. ഗുരുവായൂർ, ചാവക്കാട് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾ പാവർട്ടി സംസ്കൃത കോളേജിന് സമീപം ആളെ ഇറക്കി തിരിച്ചുപോകണം. സംസ്കൃത കോളേജിന് സമീപം ഇടതുഭാഗത്തായി സ്വകാര്യ വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ചിറ്റാട്ടുകര, മറ്റം ഭാഗങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ കൾച്ചറൽ സെന്ററിന് സമീപം ആളെ ഇറക്കി തിരിച്ചുപോകണം. ഈ ഭാഗങ്ങളിൽ നിന്നുള്ള സ്വകാര്യ വാഹനങ്ങൾ VKG ഗ്രൌണ്ടിലാണ് പാർക്ക് ചെയ്യേണ്ടത്. കുണ്ടുവക്കടവ് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സ്വകാര്യ വാഹനങ്ങൾ പുതുമനശ്ശേരി സാന്റ് ജോസ് പബ്ലിക് സ്കൂളിന് സമീപമുള്ള പാർക്കിംഗ് സൌകര്യം ഉപയോഗപ്പെടുത്തണം. ദേവാലയ പരിസരത്ത് പ്രധാന റോഡുകളിൽ വാഹന പാർക്കിംഗ് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. വളണ്ടിയർ സേനയുടെ നേതൃത്വത്തിൽ തിരക്കും ഗതാഗതക്കുരുക്കും നിയന്ത്രിക്കുന്നതിന് പ്രത്യേക വയർലെസ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. TCV ന്യൂസ്, പാവർട്ടി. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുള്ള ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. പാവർട്ടി സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ടാണ് സ്വിച്ച് ഓൺ നിർവഹിച്ചത്. തുടർന്ന് ഇടവകയിലെ ഇലക്ട്രിക്കൽ തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള കരിമരുന്ന് കലാപ്രകടനം അരങ്ങേറി. തെക്ക് ഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വലൂർ മോഹനനും സംഘവും അണിനിരന്ന തിരുമുറ്റമേളവും നടന്നു. ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് IG TJ ജോസ് തീർത്ഥകേന്ദ്രത്തിലെത്തി. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജോൺസൺ അരിമ്പൂർ, ട്രസ്റ്റി CU സണ്ണി, പാവർട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻജെലിയോ തുടങ്ങിയവർ ചേർന്ന് IGയെ സ്വീകരിച്ചു. തീർത്ഥകേന്ദ്രം ഊട്ടുശാലയും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും സന്ദർശിച്ചതിനു ശേഷം തീർത്ഥകേന്ദ്രം അധികൃതരുമായി തിരുനാൾ ആഘോഷത്തെപ്പറ്റി IG ചർച്ച ചെയ്തു. തിരുനാളിന്റെ വിജയത്തിന് പോലീസിന്റെ പൂർണ്ണ സഹകരണവും സഹായവും ഉണ്ടാകുമെന്ന് IG ഉറപ്പു നൽകി. തീർത്ഥകേന്ദ്രത്തിലെത്തി പ്രാർത്ഥന നടത്തിയതിനു ശേഷമാണ് IG മടങ്ങിയത്. മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാവർട്ടി തിരുനാളിന് മുന്നോടിയായി കച്ചവട സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി. പഴകിയതും കേടുവന്നതുമായ ഭക്ഷണപദാർത്ഥങ്ങൾ കണ്ടെടുത്ത് നശിപ്പിച്ചു. നിർമ്മാണ തീയതിയും വിലയും വിലാസവും രേഖപ്പെടുത്താത്ത ഉൽപ്പന്നങ്ങൾ വിൽക്കരുതെന്ന് കച്ചവടക്കാർക്ക് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. പാവർട്ടി, എളവള്ളി മേഖലകളിലെ ഹോട്ടലുകൾ, സൂപ്പർമാർക്കറ്റുകൾ, കൂൾബാറുകൾ, ബേക്കറികൾ, മത്സ്യമാംസ വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന. ശുചിത്വ നിർദ്ദേശം പാലിക്കാത്ത 2 ഹോട്ടലുകൾ, ഒരു കാറ്ററിംഗ് സ്ഥാപനം, മത്സ്യവിൽപ്പനശാല എന്നിവയ്ക്ക് നോട്ടീസ് നൽകി. 7 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. തിരുനാളിനോടനുബന്ധിച്ച് റോഡരികിൽ അനധികൃത മത്സ്യക്കച്ചവടം നടത്തിയിരുന്നവരെ ഒഴിപ്പിച്ചു. തീർത്ഥകേന്ദ്രം ഊട്ടുശാലയിലും ഹോട്ടലുകളിലും താൽക്കാലിക ഭക്ഷണപാനീയ കടകളിലും ഭക്ഷണം പാകം ചെയ്യുന്നവരും വിതരണം ചെയ്യുന്നവരും ആരോഗ്യവകുപ്പ് നൽകുന്ന ഹെൽത്ത് കാർഡ് ധരിക്കണമെന്ന് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. ഹെൽത്ത് സൂപ്പർവൈസർ KS രാമൻ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PC മനോജ്, AF മാഗി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വാർത്തകളിലേക്ക്. ഒരു കാലഘട്ടത്തിന്റെ സമ്പത്തും കേരളത്തിന്റെ സൌഭാഗ്യവുമായ ഗ്രന്ഥശാലകൾ ഇപ്പോൾ നൂതന സാഹചര്യങ്ങളിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് സാഹിത്യകാരൻ സേതു പറഞ്ഞു. തൃശൂർ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അക്ഷരസന്ധ്യ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായനാരീതിയിൽ വ്യത്യാസം കൈവരുന്നുണ്ടായെങ്കിലും മലയാളികളുടെ വായനാശീലം മരിച്ചിട്ടില്ല.
എന്നാൽ രാജ്യത്ത് ഉയർന്നുവരുന്ന മധ്യവർഗ സമൂഹത്തിലെ ഒരു വിഭാഗം വായനാശീലത്തെ ഗൌരവമായി കാണാത്തത് ഏറെ നിരാശപ്പെടുത്തുന്നതായും സേതു പറഞ്ഞു. പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ഡോക്ടർ പി വി കൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു. സാംസ്കാരിക സ്ഥാപനങ്ങളും ജനപങ്കാളിത്തവും എന്ന വിഷയത്തിൽ ഡോക്ടർ എസ് കെ വസന്തൻ പ്രഭാഷണം നടത്തി. സാംസ്കാരിക സാമൂഹിക രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MCS മേനോൻ, വ്യവസായ പ്രമുഖൻ ഡോക്ടർ സുന്ദർ മേനോൻ എന്നിവരെ ചടങ്ങിൽ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA പൊന്നാടയും മൊമെന്റോയും നൽകി ആദരിച്ചു. കൌൺസിലർ പ്രൊഫസർ അന്നം ജോൺ, ലൈബ്രറി സെക്രട്ടറി പ്രൊഫസർ ജോൺ സിറിയക്, VP ജോസഫ് എന്നിവർ പങ്കെടുത്തു. തൃശൂർ പ്രവാസി കൂട്ടായ്മ പെൻഷൻ പദ്ധതി ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മുണ്ടശ്ശേരി ഹാളിൽ നടന്ന ചടങ്ങിൽ CN ജയദേവൻ MP, തേറമ്പിൽ രാമകൃഷ്ണൻ MLA തുടങ്ങിയവർ സംസാരിച്ചു. ബാലചന്ദ്രൻ വടക്കേടത്ത് രചിച്ച വാക്യം രസാത്മകം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. സാഹിത്യ നിരൂപകൻ പ്രൊഫസർ M. തോമസ് മാത്യു പ്രകാശനം നിർവഹിച്ചു. കഥാകൃത്ത് വൈശാഖൻ ആദ്യപ്രതി ഏറ്റുവാങ്ങി. ജോജി ചന്ദ്രശേഖർ അധ്യക്ഷനായിരുന്നു. ബിജു ചന്ദ്രശേഖർ, ഡോക്ടർ ആസാദ്, രഘുനാഥ് പറളി, ബാലചന്ദ്രൻ വടക്കേടത്ത് എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില നിരക്കുകളിലേക്ക്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഷീരിയൻ കണ്ടത് ജുവല്ലറി. സ്വർണം ഗ്രാമിന് 2525 രൂപ, വെള്ളി 10 ഗ്രാമിന് 410 രൂപ, തങ്കം ഗ്രാമിന് 2714 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. യൂത്ത് കോൺഗ്രസ് നേതാവ് ലാൽജി കൊള്ളന്നൂരിന്റെ കൊലപാതകം വീണ്ടും അന്വേഷിക്കാൻ അതിവേഗ കോടതി ഉത്തരവ്. പോലീസ് റിപ്പോർട്ടിൽ മതിയായ തെളിവുകൾ ഇല്ലെന്ന പ്രോസിക്യൂട്ടറുടെ പരാതി പ്രകാരമാണ് അന്വേഷണം. നെല്ല് സംഭരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നെല്ല് കർഷകർ ജില്ലാ പാഡി ഓഫീസ് ഉപരോധിച്ചു. നെല്ലിന്റെ തൂക്കം അളവിൽ കുറച്ച് രേഖപ്പെടുത്തുന്നു എന്നാരോപിച്ചായിരുന്നു ഉപരോധം. SSLC പരീക്ഷാഫലത്തിന്റെ പുനഃപ്രസിദ്ധീകരണം ഇനിയും വൈകും. പരാതികൾ പൂർണ്ണമായും പരിഹരിക്കാൻ സമയമെടുക്കുമെന്ന് പരീക്ഷാഭവൻ. പാവർട്ടി വിശുദ്ധ ഔസേപിതാവിന്റെ ഊട്ട് തിരുനാളിനുള്ള കൂടുതുറക്കൽ ശുശ്രൂഷ ശനിയാഴ്ച. തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പാവർട്ടിയിലേക്ക് 10,000 എത്തും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ. നമസ്കാരം.